and students. Today we are doing passive voice. Before learning passive voice, we should have a perfect knowledge of the tense. At least we should know the formation of each and every tense. So what is passive voice? മലയാളത്തിൽ അതിന് കർമ്മണി പ്രയോഗം എന്ന് പറയും. വോയിസസ് ആർ ഓഫ് ടു കൈൻഡ്സ്. ദേ ആർ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. മലയാളത്തിൽ ആക്റ്റീവ് വോയിസിൽ നമ്മൾ കർത്തരി പ്രയോഗം എന്ന് പറയുന്നു, ഇത് നമ്മൾ കർമ്മണി പ്രയോഗം എന്ന് പറയുന്നു. What is the difference between the two? Only in application they are different, but the meaning of both the applications are one and the same. ഇത് പ്രയോഗത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം, അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല. അർജുന കിൽഡ് കർണ. അർജുനൻ കർണനെ കൊന്നു. കർണ വാസ് കിൽഡ് ബൈ അർജുന. കർണൻ അർജുനാൽ കൊല്ലപ്പെട്ടു. ഇത് രണ്ടും മീനിങ്ങിൽ ഒന്ന് തന്നെയാണ്. ഉള്ളി ഇൻ ആപ്ലിക്കേഷൻസ് ദേ ആർ ഡിഫറെൻറ്റ്. അർത്ഥത്തിൽ ഒരു വ്യത്യാസമില്ല, അതിൻ്റെ പ്രയോഗത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ വെൻ വി തിങ്ക് അബൌട്ട് ദി ഫെലിസിറ്റി ഓർ ബ്യൂട്ടി ഓഫ് ദി സെൻറ്റൻസസ്, ഓഫൺ പാസീവ് വോയിസ് കംസ് ടു യുവർ റെസ്ക്യൂ. പലപ്പോഴും ഈ വാക്യങ്ങളുടെ സൗകുമാര്യത്തിൽ നമ്മളേറെ സഹായിക്കുന്നത് പാസീവ് വോയിസാണ്. ചില വാചകങ്ങൾ പാസീവ് വോയിസിൽ പറയുമ്പോഴാണ് ഒരു സുഖം കിട്ടുന്നത്. അപ്പോൾ ലെറ്റ് us think, see, we earlier studied verb. What does a verb denote? What is a verb? A verb denotes an action or a condition or an experience. A verb denotes an action or a condition or an experience. ഒരു പ്രവൃത്തി അല്ലെന്നുണ്ടെങ്കിൽ ഒരു അനുഭവം അല്ലെന്നുണ്ടെങ്കിൽ ഒരു അവസ്ഥയാണ് വെർബ് കാണിക്കുന്നത്. വെബ്സ് ആർ ഓഫ് ടു കൈൻഡ്സ്. രണ്ട് തരം വെബ്സ് ഉണ്ട്. ദി വെർബ് വിച്ച് റിക്വയർസ് ആൻ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കർമ്മം. കർമ്മം വേണ്ടുന്ന വെർബ്, കർമ്മത്തെ സ്വീകരിക്കുന്ന വെർബ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ട്രാൻസിറ്റീവ് വെർബ്. അതിനെ നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ സകർമ്മക ക്രിയ എന്നും പറയുന്നു. Then there is also another type of verb which does not require, which does not call for, which does not demand an object. It is intransitive verb. അതിനെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് അല്ലെങ്കിൽ മലയാളത്തിൽ അകർമ്മക ക്രിയ എന്ന് പറയുന്നു. ഹീ ഈസ് റൈറ്റിംഗ് ഓർ ദി ബോയ് സ്ലെപ്റ്റ് ഫോർ അവേഴ്സ്. ഈ വാചകങ്ങളിലൊന്നും ഓബ്ജക്റ്റ് ഇല്ല. ഓബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഈസ് റൈറ്റിംഗ് ആയാലും സ്ലെപ്റ്റ് ആയാലും ഇൻട്രാൻസിറ്റീവ് വെർബ്സാണ്. ദ ടീച്ചർ സ്കോൾഡഡ് ദി സ്റ്റുഡൻസ്. അവിടെ വെർബ് സ്കോൾഡഡ് എന്ന് പറയുന്ന വെർബിന് അവിടെ ഓബ്ജക്റ്റ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഈസ് റൈറ്റിംഗ് എന്ന് പറയുന്ന വെർബിന് അവിടെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടല്ലോ. ഇറ്റ് റിക്വയർസ് എൻ ഓബ്ജക്റ്റ്, ഇറ്റ് ഹാസ് എൻ ഓബ്ജക്റ്റ്, ദാറ്റ് ഈസ് എ ലെറ്റർ. അതുകൊണ്ട് ഇവിടെ സ്കോൾഡഡ് ആയാലും ഈസ് റൈറ്റിംഗ് ആയാലും ട്രാൻസിറ്റീവ് വെർബാണ്. അപ്പോൾ ട്രാൻസിറ്റീവ് വെർബിന് മാത്രമേ പാസീവ് വോയിസ് ഉള്ളൂ. ഓബ്ജക്റ്റ് ഉണ്ടെങ്കിലേ പാസീവ് വോയിസ് ഉള്ളൂ. കാരണം ഇൻ പാസീവ് വോയിസ് ദ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദി ഓബ്ജക്റ്റ്, ദ സിഗ്നിഫിക്കൻസ് ഈസ് ഗിവൺ ടു ദി ഓബ്ജക്റ്റ്. പാസീവ് വോയിസിൽ പ്രാധാന്യം ഓബ്ജക്റ്റിനാണ്, കർമ്മത്തിനാണ്. അതുകൊണ്ടാണ് ട്രാൻസിറ്റീവ് വെർബിന് മാത്രം, കർമ്മമുള്ള വെർബിന് മാത്രമേ പാസീവ് വോയിസ് ഉള്ളൂ. ഇൻട്രാൻസിറ്റീവ് വെർബിന് പാസീവ് വോയിസ് ഇല്ല. അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദി മെയിൻ ഫീച്ചേഴ്സ്, വാട്ട് ആർ ദി മെയിൻ ഇൻഡിക്കേഷൻസ് ഓഫ് പാസീവ് വോയിസ്, വാട്ട് ആർ ദി മെയിൻ പോയിന്റ്സ് റിഗാർഡിംഗ് പാസീവ് വോയിസ്? യു നോ, ഇൻ പാസീവ് വോയിസ് ദി ഓബ്ജക്റ്റ് ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ്. പാസീവ് വോയിസിൽ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഓബ്ജക്റ്റിനാണ്. പ്രാധാന്യം കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം പാസീവ് വോയിസ് വരും, ആദ്യം ഓബ്ജക്റ്റ് വരും, ആദ്യം ഓബ്ജക്റ്റ് ഉപയോഗിക്കണം. ചില സന്ദർഭങ്ങളിൽ മാത്രമേ ആദ്യം ഓബ്ജക്റ്റ് വരാതുള്ളൂ. ചിലതരം വാക്യങ്ങളുടെ പാസീവ് വോയിസിൽ മാത്രമേ ആദ്യം ഓബ്ജക്റ്റ് വരാതുള്ളൂ. ബാക്കി എല്ലാത്തരം വാക്യങ്ങളിലും ആദ്യം ഓബ്ജക്റ്റ് വരുന്നു. ഓബ്ജക്റ്റിന് പ്രാധാന്യം. ആക്റ്റീവ് വോയിസിലാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിന്, കർത്താവിന്. സബ്ജക്റ്റ് മീൻസ് ദ ഡൂവർ, പ്രവൃത്തി ചെയ്യുന്നയാൾ, കർത്താവ്. സബ്ജക്റ്റിനാണ് ആക്റ്റീവ് വോയിസിൽ, കർത്തരി പ്രയോഗത്തിൽ പ്രാധാന്യം. Whereas in passive voice the importance is given to the object. പാസീവ് വോയിസിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഓബ്ജക്റ്റിനാണ്, കർമ്മത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്.
അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റൂൾ എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ്, ഓബ്ജക്റ്റ് കംസ് ഫസ്റ്റ്. ആദ്യം ഓബ്ജക്റ്റ് വരുന്നു പാസീവ് വോയിസിൽ, ബിക്കോസ് ദി സബ്ജക്റ്റ് ഈസ് ഓൺലി ആക്റ്റഡ് അപ്പോൺ ഇൻ പാസീവ് വോയിസ്. ഇൻ ആക്റ്റീവ് വോയിസ് സബ്ജക്റ്റ് ആക്ട്സ്, സബ്ജക്റ്റാണ് പ്രവർത്തിക്കുന്നത്. ഇൻ പാസീവ് വോയിസ് സബ്ജക്റ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ. അതുകൊണ്ട് ആദ്യം പ്രാധാന്യം വരുന്നത് ഓബ്ജക്റ്റാണ്. ദെൻ ദർ മസ്റ്റ് ബി എനി ഓഫ് ദി ഫോം ഓഫ് ദി പ്രൈമറി ഓക്സിലറി ബി. ബി എന്ന് പറയുന്ന പ്രൈമറി ഓക്സിലറിയുടെ ഏതെങ്കിലും ഒരു ഫോം എല്ലാ പാസീവ് വോയിസിലും വേണം. ഇൻ ഈച്ച് ആൻഡ് എവരി പാസീവ് വോയിസ് ദർ വിൽ ബി എനി ഓഫ് ദി ഫോം ഓഫ് ദി പ്രൈമറി ഓക്സിലറി ബി. ബി എന്ന് പറയുന്ന പ്രൈമറി ഓക്സിലറിയുടെ ഏതെങ്കിലും ഒരു ഫോം എല്ലാ പാസീവ് വോയിസിലും വരണം. ബിക്ക് ഒരുപാട് രൂപങ്ങളുണ്ട്, ഒരുപാട് അവതാരങ്ങൾ ബിക്കുണ്ട്. ബി എന്ന് പറയുന്നത് തന്നെ ഒരു ഫോമാണ്, അത് ബേസാണ്. ടു ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവാണ്. ബീയിങ് എന്ന് പറയുന്നത് ING ഫോമാണ്, പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. ബിക്ക് പ്രസൻറ്റ് ടെൻസിൽ 3 ഫോംസ് ഉണ്ട്, ആമും ഈസും ആറും. പാസ്റ്റ് ടെൻസിൽ 2 ഫോംസ് ഉണ്ട്, വാസും വേറും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോം തീർച്ചയായിട്ടും, പിന്നെ ബിയുടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ബിയുടെ V3 ഫോം ബീനാണ്. ഈ പറഞ്ഞ രൂപങ്ങളിലെ ഏതെങ്കിലും ഒരു ഫോം, ഒരു രൂപം എല്ലാ പാസീവ് വോയിസിലും വരണം, അത് നിർബന്ധമാണ്. ഇനി അടുത്തത് വെർബിൻ്റെ കാര്യമാണ്. ഇൻ പാസീവ് വോയിസ് ദ വെർബ് ഈസ് ഓൾവേസ് ഇൻ V3 ഫോം ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസീവ് വോയിസിലെ വെർബ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിളിലായിരിക്കും, V3 ഫോമിലായിരിക്കും. ഇനി പാസീവ് വോയിസിൽ സബ്ജക്റ്റ് അവസാനമാണ് വരുന്നത്, സബ്ജക്റ്റ് കംസ് ലാസ്റ്റ്. സബ്ജക്റ്റ് അവസാനമാണ് വരുന്നത്, അതിൻ്റെ തൊട്ട് മുന്നിൽ സബ്ജക്റ്റ് ഈസ് പ്രിസീഡഡ് വിത്ത് ദി പ്രിപ്പോസിഷൻ ബൈ. സബ്ജക്റ്റിൻ്റെ തൊട്ട് മുമ്പിൽ ബൈ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ കൂടി വേണം, ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പോൾ വൺസ് അഗൈൻ ദി ഇമ്പോർട്ടൻ്റ് properties or qualities or points of a passive voice: object comes first, then there should be any of the form of the primary auxiliary be, the verb should be in past participle, and subject comes last and it is preceded with the preposition by. By എന്ന് പറയുന്ന preposition തീർച്ചയായിട്ടും സബ്ജക്റ്റിന് മുമ്പിൽ വരുന്നു. ഇനി നമുക്ക് ആക്റ്റീവ് വോയിസിൽ തരുന്ന ഒരു വാക്യം, അതിനായിരിക്കും പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ, ആൾട്ടർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ആക്റ്റീവ് വോയിസിൽ തരുന്ന ഒരു വാക്യത്തിലെ സബ്ജക്റ്റ് പേഴ്സണൽ പ്രോനൗൺ ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ പേഴ്സണൽ പ്രോനൗൺ, നമുക്ക് പാസീവ് വോയിസ് ആക്കാൻ തരുന്ന ആക്റ്റീവ് വോയിസിലെ വാചകത്തിൽ സബ്ജക്റ്റ് ഒരു പേഴ്സണൽ പ്രോനൗൺ ആണെന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ഒബ്ജക്റ്റീവ് കേസ് ഈസ് യൂസ്ഡ് ഇൻ പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ സബ്ജക്റ്റ് അവസാനമാണല്ലോ വരുന്നത്, പക്ഷേ ആ സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. വി ഹാവ് ഏർലിയർ സീൻ ഇറ്റ്. ഐ എന്നുള്ള പ്രോനൗണിൻ്റെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലറായ പ്രോനൗണിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് മീ ആണ്. വി എന്ന് പറയുന്ന പ്ലൂറൽ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് അസ് ആണ്. യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ പ്രോനൗണിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് അത് തന്നെയാണ്, യു തന്നെയാണ്. ഹി എന്ന് പറയുന്ന പ്രോനൗണിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് ഹിമ്മാണ്, ഷീയുടെ ഹെറാണ്, ഇറ്റിൻ്റെ അത് തന്നെയാണ്, ദയുടെ ദമ്മാണ്. അങ്ങനെ ബൈ കഴിഞ്ഞാൽ പിന്നെ അതേ ബൈ ഹി എന്നോ ബൈ ഐ എന്നോ ബൈ വി എന്നോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബൈ അസ് എന്നും ബൈ മീ എന്നും ബൈ ഹിം എന്നും അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് കേസ് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി നമുക്ക് പാസീവ് വോയിസ് ആക്കാൻ കിട്ടുന്ന വാക്യത്തിൽ ആക്റ്റീവ് വോയിസിൽ പ്രോനൗൺ ഒരു ഒബ്ജക്റ്റീവ് കേസിലാണ് കിടക്കുന്നതെങ്കിൽ, ഐ ലൈക്ക് ഹിം, ഷീ ഹെൽപ്സ് ഹിം, അപ്പോൾ ഹിം എന്നല്ലേ അവിടെ കിടക്കുന്നത്. അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് കേസിലാണ് കിടക്കുന്നതെങ്കിൽ പാസീവ് വോയിസ് ആക്കുമ്പോൾ ആദ്യം സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരും. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ അത് നോമിനേറ്റീവ് കേസിൽ അല്ലെങ്കിൽ സബ്ജക്റ്റീവ് കേസിലേക്ക് മാറ്റണം. അതായത് ഹിം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എഴുതുമ്പോൾ ആ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് ആദ്യം എഴുതുമ്പോൾ ഹി എന്ന് വരണം. മീ എന്നാണെന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കുമ്പോൾ അത് ഐ എന്ന് വരണം. ഹിം ഹെർന്നാണ് കിടക്കുന്നതെങ്കിൽ അത് നമ്മൾ ഷീ എന്ന് എടുക്കണം. ദമ്മെന്നാണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ദയ്യായിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഈ പാസീവ് വോയിസിൽ സബ്ജക്റ്റ് അവസാനമാണ് വരുന്നതെന്ന് പറഞ്ഞു. ഐ ടോൾഡ് യു ദാറ്റ് പാസീവ് വോയിസ് ദി സബ്ജക്റ്റ് കംസ് ലാസ്റ്റ്, ഇറ്റ് ഈസ് പ്രിസീഡഡ് വിത്ത് ബൈ പ്ലസ് സബ്ജക്റ്റ്. ബൈ പ്ലസ് സബ്ജക്റ്റിനെ നമുക്ക് ഏജൻറ്റ് എന്ന് വിളിക്കാം. ബൈ പ്ലസ് സബ്ജക്റ്റ് ഏജൻറ്റ്. ചില കേസുകളിൽ, അതായത് ആക്റ്റീവ് വോയിസിൽ പാസീവ് വോയിസ് ആക്കാനുള്ള ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് പീപ്പിൾ, സംവൺ, സംബഡി, എനിവൺ, അതേപോലെ ദേ, വി എന്ന പ്രോനൗൺസ് ഒരു പീപ്പിൾ എന്നുള്ള ഒരു ജനറൽ സെൻസിൽ ഉപയോഗിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ദേ പ്ലേ ക്രിക്കറ്റ് ഓൾ ഓവർ ദി വേൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പീപ്പിൾ പ്ലേ ക്രിക്കറ്റ് ഓൾ ഓവർ ദി വേൾഡ് എന്നുള്ളതിൻ്റെ ഒരു സെൻസിലാണ് ദേ ഉപയോഗിച്ചിരിക്കുന്നത്, പീപ്പിളിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ
ദയും മീയും പീപ്പിൾ എന്നുള്ളൊരു ജനറൽ സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ സാഹചര്യങ്ങളിൽ ഏജൻറ്റ് വേണ്ട. വി ക്യാൻ ഒമിറ്റ് ദി ഏജൻറ്റ്. ഏജൻറ്റിനെ നമുക്ക് ഒഴിവാക്കാം. ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ബൈ പ്ലസ് സബ്ജക്റ്റിനെ നമുക്ക് ഒഴിവാക്കാം. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വി ഹാവ് ടു റിമെമ്പർ വൈൽ വി ആർ ഡൂയിങ് പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ നമ്മൾ വാക്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, നമ്മൾ ആൾട്ടർ ചെയ്യുമ്പോൾ, ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇവയൊക്കെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വി ഷുഡ് ഹാവ് വെൽ അവെയർനെസ് ഓഫ് ദി ടെൻസ് ബിഫോർ ഡൂയിങ് പാസീവ് വോയിസ് ബിക്കോസ് ഈച്ച് ടെൻസ് ഹാസ് ഇറ്റ്സ് ഓൺ പാസീവ് വോയിസ്. ഓരോ ടെൻസിനും അതിൻ്റേതായ പാസീവ് വോയിസ് ഫോം ഉണ്ട്. അത് മനസ്സിലാക്കിയേ പറ്റൂ. ഇനി നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. വി ആർ ഗോയിങ് സ്ട്രൈറ്റ് ടു ദി ടെൻസസ് ആൻഡ് ദെയർ പാസീവ് വോയിസസ്. ടെൻസുകളും അവയുടെ പാസീവ് വോയിസിലേക്കും കിടക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ആൾ, അറ്റ് ഫസ്റ്റ് വി ആർ ഡൂയിങ് സിമ്പിൾ പ്രസൻറ്റ്. ദി പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ്. ഹൗ ഈസ് ദി ഫോർമേഷൻ? ബൈ ദി വേ, ഹൗ ഈസ് ദി ഫോർമേഷൻ ഓഫ് സിമ്പിൾ പ്രസൻറ്റ്? സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഡോണ്ട് യു റിമെമ്പർ? സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഹൗ ഈസ് ദി പാസീവ് വോയിസ് ഫോം? പാസീവ് വോയിസിൽ ഓബ്ജക്റ്റിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. ഓബ്ജക്റ്റ് പ്ലസ് ബിയുടെ ഒരു ഫോം എല്ലാ പാസീവ് വോയിസിലും കാണുമല്ലോ. ഇത് പ്രസൻറ്റൻസ് ആയതുകൊണ്ട് സബ്ജക്റ്റ് ഓബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ്. ഇനി വേണ്ടത് വെബാണ്. വെബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും പാസീവ് വോയിസിൽ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് എസ് എന്ന് പറയുന്ന ഏജൻറ്റ് വേണം. ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് അല്ലേ. അവനൊരു കത്തെഴുതുന്നു. അത് നമ്മൾ പാസീവ് വോയിസിലാക്കുമ്പോൾ അതിൽ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. എ ലെറ്റർ ആണല്ലോ ഓബ്ജക്റ്റ്. എ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് ആമീസാറിൽ നമുക്ക് ഈസ് എടുക്കാൻ പറ്റും. എ ലെറ്റർ ഈസ്. ഇനി റൈറ്റ്സ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോം റിട്ടൺ. റിട്ടൺ ബൈ ഹിം. ദേ പ്ലേ ക്രിക്കറ്റ്. ഓബ്ജക്റ്റ് ക്രിക്കറ്റ് ആണല്ലോ. ക്രിക്കറ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഏതെടുക്കും? പഴയതുപോലെ ഈസ് എടുക്കുന്നു. ക്രിക്കറ്റ് ഈസ്. പ്ലേ എന്നുള്ളതിൻ്റെ V3 ഫോം പ്ലേഡ് ബൈ. ദേ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വന്നുകൊണ്ട് നോമിനേറ്റീവ് കേസിലാണ്. പാസീവ് വോയിസിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് ഉപയോഗിക്കാൻ പറ്റും. ബൈ ദം എന്ന് ഉപയോഗിക്കണം. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദി വേൾഡ്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പീപ്പിളോ സമ്മണോ സംബടിയോ എനിവണ്ണോ അല്ലെങ്കിൽ പീപ്പിളിൻ്റെ സെൻസിൽ ദയോ വിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏജൻറ്റ് ക്യാൻ ബി ബൈ പ്ലസ് സബ്ജക്റ്റ് ക്യാൻ ബി ഒമിറ്റഡ്. അങ്ങനെ വരുമ്പോൾ പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദി വേൾഡിൽ ഓബ്ജക്റ്റ് നമുക്കറിയാം ഇംഗ്ലീഷാണ്, സിംഗുലറാണ്. ഇംഗ്ലീഷ് ഈസ്. സ്പീക്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്പോക്കൺ. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദി വേൾഡ് മതി. ബൈ പീപ്പിൾ എന്ന് വേണ്ട. കാരണം പീപ്പിൾ സബ്ജക്റ്റ് ആയതുകൊണ്ട് ബൈ പീപ്പിൾ എന്നുള്ള ഏജൻറ്റ് നമുക്ക് ഒഴിവാക്കാം. അതേപോലെ തന്നെയാണ് പീപ്പിൾ പ്ലേ ക്രിക്കറ്റ് ഓൾ ഓവർ ദി വേൾഡ്. അത് എക്സ്പ്രസ് ചെയ്യുമ്പോഴും അവിടെ ഓബ്ജക്റ്റ് ഏതാണ്? ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ഓൾ ഓവർ ദി വേൾഡ് എന്ന് മതി. സമ്മൺ കോൾസ് മീ. ആരും എന്നെ വിളിക്കുന്നു. അവിടെ ഓബ്ജക്റ്റ് മീ ആണ്. മീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസ് കിടക്കുന്നു. നമ്മൾ പാസീവ് വോയിസിൽ ഇഞ്ഞ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നോമിനേറ്റീവ് കേസ് എടുക്കണം. മീ എന്നുള്ളതിൻ്റെ നോമിനേറ്റീവ് കേസ് ഐ. ഐ വരുമ്പോൾ നമുക്കറിയാമല്ലോ ആമീസാറിൽ ആമല്ലേ എടുക്കാൻ പറ്റും. ഐ ആം കോൾഡ് ബൈ സമ്മൺ വേണ്ട. സമ്മൺ സബ്ജക്റ്റ് ആയതുകൊണ്ട് ബൈ സമ്മൺ വേണ്ട. ആ ഏജൻറ്റിനെ നമുക്ക് ഒഴിവാക്കാം. ഇനി ചില വാക്യങ്ങളിലെന്ന് പറഞ്ഞാൽ രണ്ട് ഓബ്ജക്റ്റുകൾ വേണം. രണ്ട് ട്രാൻസിറ്റീവ് വെബുകളാണ്. ഡൈ ട്രാൻസിറ്റീവ് വെബ്സ്. ഷീ ഗീവ്സ് ഹിം എ പ്രസൻറ്റ്. ഷീ ഗീവ്സ് ഹിം എ പ്രസൻറ്റ്. ഇവിടെ വെബ് കഴിഞ്ഞിട്ട് ഉടനെ വന്നിരിക്കുന്നത് ഹിമ്മാണ്. ചില വാക്യങ്ങളിൽ രണ്ട് ഓബ്ജക്റ്റുകൾ വരും. വെബിന് രണ്ട് ഓബ്ജക്റ്റുകളും അതിനെ ഡൈ ട്രാൻസിറ്റീവ് വെബ് എന്ന് പറയും. അതിൽ വെബ് കഴിഞ്ഞ് ഉടനെ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടൊരു എക്സാമ്പിൾ കണ്ടു. ഷീ ഗീവ്സ് ഹിം എ പ്രസൻറ്റ് എന്ന് കണ്ടു. ആ ഗീവ്സ് എന്ന് പറയുന്ന വെബ് കഴിഞ്ഞിട്ട് ഉടനെ ഹിമ്മാണ് വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഓബ്ജക്റ്റ് എന്ന് പറയാം. അവസാനം വേറൊരു ഓബ്ജക്റ്റ് ഉണ്ട്. എന്താ കൊടുത്തത്? എ പ്രസൻറ്റ്. എ പ്രസൻറ്റ് എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. വെബ് കഴിഞ്ഞിട്ട് ഉടനെ വരുന്നത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും അവസാനം വരുന്നത് ഡയറക്റ്റ് ഓബ്ജക്റ്റും. ഇതിലേത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് പാസീവ് വോയിസ് ഉണ്ടാക്കാം. നമ്മൾ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആയ പേഴ്സണൽ ഓബ്ജക്റ്റ് ആയ ഹിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാസീവ് വോയിസിൽ ഹിം ആദ്യം വരുമല്ലോ. ഹി നമുക്കറിയാം. പിന്നെ അത് കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റിൽ എന്താ വേണ്ടത്? ആമീസാർ ലീസ് അല്ലേ. ഹി ഈസ് ഗിവൺ എ പ്രസൻറ്റ് ബൈ ഹെർ. ഇനി നമ്മൾ അതിലെ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എടുക്കുകയാണ്, എ പ്രസൻറ്റ് എടുക്കുകയാണ്. എ പ്രസൻറ്റ് ഈസ് ഗിവൺ ടു ഹിം വരണം. ടു ഹിം. അവിടെ ടു എന്നുള്ള പ്രപ്പോസിഷൻ കൂടി ചേർക്കണം. എ പ്രസൻറ്റ് ഈസ് ഗിവൺ ടു ഹിം ബൈ ഹെർ എന്ന് വരും. അതാണ് ഈ രണ്ട് ഡൈ ട്രാൻസിറ്റീവ് വെബ്സിൻ്റെ പ്രത്യേകത. രണ്ട് ഓബ്ജക്റ്റ് വരുമ്പോൾ ഉള്ളൊരു പ്രത്യേകത.
ഇത് സിമ്പിൾ പ്രസൻറ്റ് പാസീവ് വോയിസ്. നമുക്ക് ഇനിയിപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ലേൺ ഇറ്റ് ത്രൂ അസോസിയേഷൻ. ബന്ധപ്പെടുത്തി മനസ്സിലാക്കാം. സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് വോയിസ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിൻ്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് വരുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? പാസീവ് വോയിസിൻ്റെ ഫോം ഓബ്ജക്റ്റ് പ്ലസ് ഏത് പാസീവ് വോയിസിലും ബിയുടെ ഒരു ഫോം ഉണ്ടല്ലോ. ഇവിടെ വരുന്നത് പാസ്റ്റ് ടെൻസിലെ ബിയുടെ ഫോമാണ് വാസ് ഓർ വേർ. പ്ലസ് ഇനി വേർബിൻ്റെ കാര്യമാണ്. വേർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V3 ഫോമാണ്, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. വൺസ് അഗൈൻ ഓബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V3 form of the verb plus by plus subject. They repaired the bridge. Which is the object here? The bridge. The bridge. They repaired the bridge എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ റിപ്പയർഡ് വന്നിരിക്കുന്നു. The bridge was repaired. ഇനി ഏജൻറ്റ് by them. The bridge was repaired by them. She wrote a letter. A letter ആണല്ലോ ഇവിടുത്തെ ഓബ്ജക്റ്റ്. Then how is the passive voice form of the simple past tense? A letter was written by her. By her എന്ന് പറയുന്ന ഏജൻറ്റ് ഉണ്ടായപ്പോൾ പാസീവ് വോയിസ് ആയി. പീപ്പിൾ പ്ലേഡ് ഫുട്ബോൾ. അപ്പോൾ അതിൽ പീപ്പിൾ ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏജൻറ്റിനെ നമുക്ക് ഒഴിവാക്കാമല്ലോ. അപ്പം ഓബ്ജക്റ്റ് ഫുട്ബോൾ ആണ്. ഫുട്ബോൾ സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് വാസ് വേറിലെ വാസ് എടുക്കുക. ഫുട്ബോൾ വാസ് പ്ലേഡ് ബൈ പീപ്പിൾ എന്ന് പറയുന്ന ഏജൻറ്റ് വേണ്ട, പീപ്പിൾ സബ്ജക്റ്റ് ആയതുകൊണ്ട്. പിന്നെ അതുപോലെ ഡൈ ട്രാൻസിറ്റീവ് വെബ്സ് വരികയാണെങ്കിൽ രണ്ട് ഓബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് വെർബ് കഴിഞ്ഞിട്ട് വരുന്ന ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും അവസാനം ഡയറക്റ്റ് ഓബ്ജക്റ്റും വരുന്ന കേസുകളിലാണെന്നുണ്ടെങ്കിൽ ദേ ഗേവ് ഹെയർ എ പ്രസൻറ്റ്. രണ്ട് ഓബ്ജക്റ്റ് ഉണ്ട്, ഹെറും ഉണ്ട് പ്രസൻറ്റും ഉണ്ട്. ആ ഹെർ എന്ന് പറയുന്നത് ഏതാണ്? ഹെർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ്, പ്രസൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. നമ്മൾ ആദ്യം ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സബ്ജക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീ സിംഗുലർ ആയതുകൊണ്ട് വാസ്, ഷീ വാസ് ഗിവൺ എ പ്രസൻറ്റ്. എ പ്രസൻറ്റ് എടുക്കുകയാണെങ്കിൽ എ പ്രസൻറ്റ് വാസ് ഗിവൺ ടു ഹെർ ബൈ ദം. ദ ടീച്ചർ ടോട്ട് ദി ബോയ്സ് ഇംഗ്ലീഷ് ഗ്രാമർ. ബോയ്സ് എന്ന് പറയുന്ന ഈ ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന ഡയറക്റ്റ് ഓബ്ജക്റ്റും ഉണ്ട്. നമ്മൾ ബോയ്സ് എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് ആദ്യം എടുക്കുകയാണെങ്കിൽ ബോയ്സ് പ്ലൂറലായതുകൊണ്ട് വേറെ തന്നെ വേണം. ബോയ്സ് വേർ ടോട്ട് ഇംഗ്ലീഷ് ഗ്രാമർ ബൈ ദി ടീച്ചർ. ഇനി ഇംഗ്ലീഷ് ഗ്രാമർ ഓബ്ജക്റ്റ്, ആ ഡയറക്റ്റ് ഓബ്ജക്റ്റ് നമ്മൾ സബ്ജക്റ്റായിട്ട് എടുക്കുന്നു. അപ്പോഴെങ്ങനെ വരും? ഹൗ വിൽ ബി ദി പാസീവ് വോയിസ്? ഇംഗ്ലീഷ് ഗ്രാമർ, അത് സിംഗുലർ ആയതുകൊണ്ട് വാസ് എടുക്കാൻ പറ്റൂ. വാസ് ഇംഗ്ലീഷ് ഗ്രാമർ വാസ് ടോട്ട് ടു ദി ബോയ്സ് ബൈ ദി ടീച്ചർ എന്നല്ലേ വരുന്നത്. ഹീ റോട്ട് എ നോവൽ. എ നോവൽ വാസ് റിട്ടൺ ബൈ ഹിം. സമ്മൺ വിസിറ്റഡ് അസ്. അസ്സാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അത് ഒബ്ജക്റ്റീവ് കേസിൽ കിടക്കുന്നത്. പാസീവ് വോയിസിൽ അതങ്ങ് സബ്ജക്റ്റീവ് കേസിൽ പോകണം. സബ്ജക്റ്റീവ് കേസിൽ പോകുമ്പം, നോമിനേറ്റീവ് കേസിൽ പോകുമ്പം വി എന്ന് വരും. വി വെയർ വിസിറ്റഡ് ബൈ സമ്മൺ എന്ന് വേണ്ട. സമ്മൺ ആയതുകൊണ്ട് ഏജൻറ്റ് ക്യാൻ ബി ഒമിറ്റഡ്. ഏജൻറ്റിനെ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ അതിനെ ഒഴിവാക്കാം. ഇനി നമുക്ക് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ പാസീവ് വോയിസ് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. ബേസ് ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഇതിൻ്റെ പാസീവ് വോയിസിൻ്റെ ഫോം എങ്ങനെയാണ്? ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് കഴിഞ്ഞാലും വില്ലല്ലെങ്കിൽ ഷാല് വേണം. ഓബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് വില്ലോ ഷാലോ തീരുമാനിക്കുന്നത്. ഓബ്ജക്റ്റ് IOV ആണെങ്കിൽ സാധാരണ കേസിൽ ഷാലും, മറ്റേതെങ്കിലും പേഴ്സൺസാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ആണെന്നുണ്ടെങ്കിൽ വില്ലും ഉപയോഗിക്കണമല്ലോ. അപ്പോൾ ഓബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ്, പിന്നെ വേണ്ടത് ബിയുടെ ഒരു ഫോം എല്ലാ പാസീവ് വോയിസിലും ഉണ്ടല്ലോ. വില്ലും ഷാലും കഴിഞ്ഞാൽ ബേസേ വരാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ബിയുടെ ബേസേ ഉപയോഗിക്കാൻ പറ്റും. ബി പ്ലസ് പിന്നെ വേർബിൻ്റെ കാര്യവും നമ്മൾ പഠിച്ചത്. അതൊരു സ്റ്റോക്ക് തിങ്ങാണ്. ആ വേർബിൻ്റെ കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വേർബ് വിൽ ബി ഇൻ V3 ഫോം ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വെർബിൻ്റെ V3 ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഏജൻറ്റും. ഷീ വിൽ റൈറ്റ് ദി എക്സാമിനേഷൻ. അതിലെ ഓബ്ജക്റ്റ് ദി എക്സാമിനേഷൻ ആണല്ലോ. ദി എക്സാമിനേഷൻ നമ്മൾ വില്ലെടുക്കുന്നു. വിൽ. ഇനി എന്താ വേണ്ടത്? ബി. പിന്നെ വേർബ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആലോചിക്കാനല്ലോ. V3 ഫോം അല്ലേ. വിൽ ബി റിട്ടൺ ബൈ ഹെർ. ദേ വിൽ ടേക്ക് ഹെർ ടു ദി ഹോസ്പിറ്റൽ. അവിടുത്തെ ഓബ്ജക്റ്റ് ഹെറാണ്, ഹോസ്പിറ്റലല്ല. ഷീ വിൽ ബി ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ എന്നല്ലേ വരുന്നത്. ദി ചൈൽഡ് വിൽ ബ്രേക്ക് ദി ടോയ്. ദി ടോയ് ആണ് ഓബ്ജക്റ്റ്. ദി ടോയ് വിൽ ബി ബ്രോക്കൺ ബൈ ദി ചൈൽഡ്. ഐ ഷാൽ ഹെൽപ്പ് യു. ഐ വന്നുകൊണ്ടാണ് ഷാൽ വന്നത്. നമ്മൾ യു എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന ഓബ്ജക്റ്റ്. യു നോമിനേറ്റീവ് കേസിലും യു തന്നെയാണ്.
അപ്പോൾ ആദ്യം നമ്മൾ യു അല്ലേ എടുക്കുന്നത്. യു വിൽ ബി ഹെൽപ്ഡ് ബൈ മീ. ദേ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഓൾ ഓവർ ദി വേൾഡ്. അവിടെ വരുമ്പോൾ ഇംഗ്ലീഷാണ് അവിടുത്തെ ഓബ്ജക്റ്റ്. ഇംഗ്ലീഷ് വിൽ ബി, പിന്നെ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സ്പോക്കൺ ഓൾ ഓവർ ദി വേൾഡ്. ബൈ ദം എന്ന് വേണ്ട, കാരണം ദേ എന്ന് പറയുന്നത് നമ്മൾ ഒരു പീപ്പിൾ എന്ന് പറയുന്ന ഒരു സെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ദേ അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഏജൻറ്റ് ക്യാൻ ബി ഒമിറ്റഡ്. വി ക്യാൻ അവോയ്ഡ് ദി ഏജൻറ്റ്. ഏജൻറ്റിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് മൈ പ്രോബ്ലം. അവിടെ ഓബ്ജക്റ്റ് മൈ പ്രോബ്ലം ആണ്. മൈ പ്രോബ്ലം വിൽ ബി അണ്ടർസ്റ്റുഡ് ബൈ ഹെർ. ദ ടീച്ചർ വിൽ ടീച്ച് ഓൾ ദി ഗ്രാമർ പോർഷൻസ്. അവിടുത്തെ ഓബ്ജക്റ്റ് ഓൾ ദി ഗ്രാമർ പോർഷൻസ് ആണ്. ഓൾ ദി ഗ്രാമർ പോർഷൻസ് വിൽ ബി ടോട്ട് ബൈ ദി ടീച്ചർ. ഹി വിൽ റൈറ്റ് നോവൽസ്. നോവൽസ് വിൽ ബി റിട്ടൺ ബൈ ഹിം. അപ്പം അങ്ങനെ വി ക്യാൻ ഇൻ ദിസ് വേ വി ക്യാൻ മേക്ക് എ നമ്പർ ഓഫ് സെൻറ്റൻസസ്. ഒരുപാട് വാചകങ്ങൾ നമുക്ക് അങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ പാസീവ് വോയിസ് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടിന്യൂസ് ടെൻസുകളുടെ പാസീവ് വോയിസ് നോക്കാം. ആദ്യം പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഹൗ ഈസ് ദി ഫോർമേഷൻ ഓഫ് പ്രസൻറ്റ് കണ്ടിന്യൂസ്? സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഇതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ്? പാസീവ് വോയിസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ടെൻസിനകത്ത് ഏത് ഓക്സിലറീസ് ആണോ ഉള്ളത് അത് പാസീവ് വോയിസിലും വരണം. അതുകൂടാതെയാണ് ബിയുടെ ഒരു ഫോം വരുന്നത്. ബിയുടെ ഫോം ഉപയോഗിക്കുന്നത് അത് കൂടാതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഹൈൽ ബി ദി ഫോർമേഷൻ ഓബ്ജക്റ്റ് പ്ലസ് ഈ ടെൻസിനകത്തുള്ള ഓക്സിലറീസ് ആയ ആം, ഈസ് ഓർ ആർ. ആമോ ഈസ് ഓർ കഴിഞ്ഞ് ING വരാൻ ING ഫോമേ ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബിയുടെ ഫോം ഉപയോഗിക്കുമ്പോൾ ബിയുടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ING ഫോമായി ബീയിങ് ഉപയോഗിക്കാവൂ. ഇനി വേണ്ടത് നമുക്ക് എന്താണ്? വെർബാണ്. വെർബ് എന്ന് പറയുന്നത് V3 ഫോമിലാണല്ലോ, പാസ്റ്റ് പാർട്ടിസിപ്പിളിലാണല്ലോ. പിന്നെ ഏജൻറ്റ് എന്ന് പറയുന്നത് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഓബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് പ്ലസ് ഏജൻറ്റ്. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് വോയിസ് ടെൻസിൻ്റെ ഫോർമേഷൻ. ദേ ആർ റിപ്പയറിങ് ദി ബ്രിഡ്ജ്. ഓബ്ജക്റ്റ് ദി ബ്രിഡ്ജ് അല്ലേ? ദി ബ്രിഡ്ജ് സിംഗുലർ ആയതുകൊണ്ട് ഈസ്. ദി ബ്രിഡ്ജ് ഈസ് ബീയിങ് റിപ്പയർഡ് ബൈ ദം. ദ ചൈൽഡ് ഈസ് ബ്രേക്കിംഗ് ദ ടോയ്. ദ ടോയ് ഈസ് ബീയിങ്, ബ്രേക്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 ഫോം ബ്രോക്കൺ. ടോയ് ഈസ് ബീയിങ് ബ്രോക്കൺ ബൈ ദി ചൈൽഡ്. ദ ടീച്ചർ ഈസ് ടീച്ചിങ് അസ് ഇംഗ്ലീഷ് ഗ്രാമർ. ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായ അസും ഉണ്ട്, ഡയറക്റ്റ് ഒബ്ജക്റ്റായ ഇംഗ്ലീഷ് ഗ്രാമറും ഉണ്ട്. രണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായ അസും നമ്മൾ പാസീവ് വോയിസിൽ എടുക്കുകയാണെങ്കിൽ അസ് എന്ന് പറയുന്നത് നോമിനേറ്റീവ് കേസ് വി ആയിട്ട് മാറുമല്ലോ. വി അത് കഴിഞ്ഞ് ആറല്ലേ? വി ആർ ബീയിങ് ടോട്ട് ഇംഗ്ലീഷ് ഗ്രാമർ ബൈ ദി ടീച്ചർ. ഇനി ഇംഗ്ലീഷ് ഗ്രാമറാണ് നമ്മൾ ആ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എടുത്തെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ അത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ബീയിങ് ടോട്ട് ടു അസ് വേണം. ആ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനോട് നമ്മൾ ടു എന്നുള്ള പ്രപ്പോസിഷൻ കൂടി ഉപയോഗിക്കണം. ടു അസ് ബൈ ദി ടീച്ചർ. മൈ മദർ ഈസ് സ്കോൾഡിങ് മീ നൗ. മീ ആണ് അവിടുത്തെ ഓബ്ജക്റ്റ്. മീ നമ്മൾ പാസീവ് വോയിസിൽ ആദ്യം പോകുമ്പോൾ അതിൻ്റെ നോമിനേറ്റീവ് കേസ് എടുക്കണം. ഐ ആം ബീയിങ് സ്കോൾഡഡ് ബൈ മദർ നൗ. ഐ ആം ബീയിങ് സ്കോൾഡഡ് ബൈ മദർ നൗ. ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ ഹിം നൗ. അപ്പം അങ്ങനെ ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്നെസ്സിൻ്റെ പാസീവ് വോയിസ് ഫോമും ചില ഉദാഹരണങ്ങളും. Now let us see the passive voice of past continuous. By the way, what is the formation of past continuous tense? Subject plus was or were plus ING form of the verb. How is the formation of the passive voice? Object plus ആ ടെൻസിൽ തന്നെയുള്ള വാസോ വേറെ വരണം, വാസും വേറും വരണം. മറ്റേ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഒരു ചെറിയ വ്യത്യാസം ഇതിൻ്റെ കാര്യത്തിൽ, ഈ ടെൻസിൽ വരുന്ന മറ്റതിൽ ആമി സാർ വന്നെങ്കിൽ ഇവിടെ വാസോ വേറെ വരുന്നു. ബാക്കിയെല്ലാം സെയിം ആണ്. ഓബ്ജക്റ്റ് പ്ലസ് വാസോ വേറെ പ്ലസ് പിന്നെ വേണ്ടത് എന്താണ്? ബിയുടെ ഫോമായ ബീയിങ്. പിന്നെ വേർബ്, വേർബ് എന്ന് പറഞ്ഞാൽ V3 ഫോം പ്ലസ് ഏജൻറ്റ്, ഏജൻറ്റ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അതാണ് ദേ വേർ റിപ്പയറിംഗ് ദി ബ്രിഡ്ജ്. നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ്? ദ ബ്രിഡ്ജ് സിംഗുലർ ആയതുകൊണ്ട് വാസ്, വേറെ എടുക്കാൻ പറ്റത്തില്ല വാസ്. ദി ബ്രിഡ്ജ് വാസ് ബീയിങ് റിപ്പയർഡ് ബൈ ദം. ദി ചൈൽഡ് വാസ് ബ്രേക്കിംഗ് ദി ടോയ് ആണെങ്കിൽ ദി ടോയ് വാസ് ബീയിങ് ബ്രോക്കൺ ബൈ ദി ചൈൽഡ്. മൈ മദർ വാസ് കുക്കിംഗ് ഫുഡ്. ഫുഡാണ് ഓബ്ജക്റ്റ്. ഫുഡ് വാസ് ബീയിങ് കുക്ക്ഡ് ബൈ മദർ. ഹി വാസ് ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ്. ഫോട്ടോഗ്രാഫ്സ് ആണ് ഓബ്ജക്റ്റ്. ഫോട്ടോഗ്രാഫ്സ് പ്ലൂറൽ ആയതുകൊണ്ട് വേർ. ഫോട്ടോഗ്രാഫ്സ് വേർ ബീയിങ് ടേക്കൺ ബൈ ഹിം. ദേ വേർ ഗിവിങ് ഹിം എ പ്രസൻറ്റ്. വീണ്ടും വന്നിരിക്കുന്നു ഡൈ ട്രാൻസിറ്റീവ് വെർബ്. രണ്ട് ഓബ്ജക്റ്റ്, ആദ്യം ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും പിന്നെ ഡയറക്റ്റ് ഓബ്ജക്റ്റും. ദേ വേർ ഗിവിങ് ഹിം പ്രസൻറ്റ്.
അത് നമ്മൾ ആദ്യം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായ ഹിമ്മിനെ എടുക്കുകയാണെങ്കിൽ അത് പാസീവ് വോയിസിൽ ആദ്യം സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ നോമിനേറ്റീവ് കേസായ ഹി ഉപയോഗിക്കണം. ഹി വാസ് ബീയിങ് ഗിവൺ പ്രസൻറ്റ് ബൈദം. അവിടെ ബൈദം ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതേസമയം നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റായ പ്രസൻറ്റ് എടുക്കുകയാണെങ്കിൽ പ്രസൻറ്റ് വാസ് ബീയിങ് ഗിവൺ ടു ഹിം ബൈദം. അവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റിന് മുമ്പിൽ ടു എന്നുള്ള പ്രപ്പോസിഷൻ കൂടി വരണമെന്നേ ഉള്ളൂ. ടു ഹിം ബൈദം. സമ്മൺ വാസ് ഡിസ്റ്റർബിങ് മീ. അവിടെ സമ്മൺ ആണ്, ഏജൻറ്റ് വേണ്ടല്ലോ. മീ എന്നുള്ളത് അങ്ങനെ പാസീവ് വോയിസിൽ ആദ്യം പോകുമ്പോൾ നോമിനേറ്റീവ് കേസ് എടുക്കുമ്പോൾ ഐ വാസ് ബീയിങ് ഡിസ്റ്റർബ്ഡ് എന്ന് പറയും. ഐ വാസ് ബീയിങ് ഡിസ്റ്റർബ്ഡ്, ദാറ്റ് ഈസ് ഇനഫ്. ഏജൻറ്റ് ക്യാൻ ബി ഒമിറ്റഡ്. ഏജൻറ്റിനെ നമ്മളവിടെ ഒഴിവാക്കുന്നു. അനദർ വൺ, ഷീ വാസ് റീഡിങ് എ നോവൽ. എ നോവൽ വാസ് അല്ലേ, വാസ് ബീയിങ്. റീഡ് എന്നുള്ളതിൻ്റെ V3 റെഡ്, സ്പെല്ലിങ്ങിൽ ചേഞ്ച് ഇല്ല, റെഡ് ബൈ ഹെർ. അപ്പം അങ്ങനെ ഇനി നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസീവ് വോയിസ് ഫോം ഇല്ല. ദർ ഈസ് നോ പാസീവ് വോയിസ് ഫോം ഫോർ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതുകൊണ്ട് തന്നെ നമുക്കിനി പെർഫെക്റ്റ് ടെൻസുകളുടെ പാസീവ് വോയിസ് നോക്കാം.